സുബൈറേ, പിന്നെ അളിയന്മാരെ കാര്യേ ഉമ്മാനുട്ടി മറക്കല്ലോ. മിഞ്ഞാന്ന് വിളിച്ചപ്പോ ഉമ്മ അത് പിന്നെയും അതാണ് പറഞ്ഞോണ്ടിരിക്കണത്. ഉമ്മാന്റെ കുട്ടിക്ക് പല സൊയലും അല്ലേ, അതിലറ്റ മറന്നിക്കണ എത്തിന് നന്നടാ. കഴിഞ്ഞ ഉറിയൻ അജ്ജ് വന്നപ്പോളേ ഓരോ പുള്ളിത്തുണി അല്ലടാ ഐറ്റങ്ങൾക്ക് കൊടുത്തിക്കണത്. അജ്ജേ സോലും പൂവിയേ പിന്നെയും വിളിച്ച് പറഞ്ഞിക്കണ് ഇമ്മ മോശപ്പേര് കാട്ടരുത് ഇട്ടോന്ന്. ഐറ്റങ്ങൾക്കല്ലേ അതിന്റെ ഒക്കെ വസളത്തരം. പെൺകുട്ടികളൊക്കെ നല്ല നല്ല പെരീക്ക നമ്മള് കൊടുത്തിക്കണത്. ഐറ്റളച്ച് മറക്കൂലല്ലോ. കണ്ണില് കാണുന്ന നല്ല സാധനം നോക്കി മേങ്ങിക്കോണ്ടി. ഐറ്റളെ മക്കളെ കാര്യം എനിക്കറിയില്ലേ, വലിയോളത് 10ക്കാണ്, 10ക്ക്. മറ്റോള് 8ക്കും അയക്കണേ. കുട്ടികളൊക്കെ വലുതാകാനപ്പൊ പ്രയാസം. വലിയോളേനെ ഡയമണ്ട് വേണമെന്നാ പറയണേ. അമ്മോന്റെ കജ്ജിൽ തന്നെ വേണമെന്ന്. അതിനിപ്പോ ഇവിടെ വന്നിട്ട് വാങ്ങി കൊടുക്കേ ഇനി അവിടുന്ന് കൊണ്ടരേ എത്താച്ചാ കാട്ടിക്കോ. ഇമ്മമ്മ ഒന്ന് പറയണ്ടിച്ചിരി തൊയ്രം തന്നിട്ടില്ല. ആ ഓളപ്പുറത്ത് എവിടെ ഉണ്ട്. ഇജ്ജ് ഞാൻ പറയുന്നതൊന്ന് ചെവി ഓർക്ക് സുബൈറേ. അച്ചേൽക്ക് കജ്ജും കൂട്ടി വരല്ലട്ടമ്മാൻ്റെ കുട്ടി. പിന്നെ ഇളമാരെ കാര്യം എനിക്ക് പുടിയാടില്ലേ. 2 ഇളയമാരല്ലടാ എനിക്കുള്ളത്. ഐറ്റങ്ങൾക്ക് ആരും വരാനും പോകാനൊന്നുമില്ല. ഇജ്ജ് ഒറ്റ ആന്തരി ഉള്ളൂ. ആ ഓർമ്മ എനിക്ക് ഉണ്ടായിക്കോട്ടെ. ആ ഓളെ എത്താ കാട്ടണമെന്ന് ഇച്ച് പുടിയാടില്ല. ഞാൻ ഇപ്പുറത്താണ്. ഓളെ ഞാൻ വെച്ചിട്ട് ഞങ്ങളോട് പറയാം കേട്ടോ. എനിക്ക് എൻ്റെ ഒഴിവിൻ്റെ തഞ്ചം പോലെ വിളിച്ചോണ്ടി. ഓക്കിപ്പ എല്ലാതും ഇല്ലേ. ആ കഴിഞ്ഞിരുന്നാക്കല്ലേ ഓക്ക് 2 കൂട്ടം തുണിയും കുപ്പായൊക്കെ എടുത്തിക്കണത്. ആ ആയിക്കോട്ടെ എന്നാല് വെച്ചളാ. ഇമ്മഞ്ഞിപ്പോ വിളിച്ചാലും പറയലൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആയിക്കോട്ടെ എന്നാല് വെച്ചളാ. ആ വലൈക്കും മുസലാം. സുമയ്യ, സുമയ്യ. എന്തമ്മാ ഇമ്മ വിളിച്ചോ? ജവടടി. അല്ല സുമയ്യ, ഓന അച്ചൽക്കിട്ട് കജ്ജും വീശി വരാനാ നിക്കണത്. ഈ 2-2.5 കൊല്ലം ഓന എത്തേന്നാട പണി. പിന്നെ ഒന്നുമില്ലാതെക്കാൻ ഓൻ അവിടെ പോയി കുത്തിറക്കേണ്ട വല്ല ആവശ്യം ഉണ്ടേനിയാ. 2 പെൺകുട്ടികളെ ഇവിടുന്ന് കൊടുത്തയച്ചിക്കണേ. എന്നിട്ട് ഓനോടൊരു കാര്യം പറഞ്ഞപ്പോ ഓൻ്റെ അടുത്ത് എത്തൂല്ല. ഇങ്ങനെ ഒരു മോശത്തരം ഇനി വരാണ്ടോ? എത്തൊക്കെ ആയാലേ കജ്ജ് മിന്നിങ്ങാണ്ട് ഓനോട് ഇങ്ങോട്ട് കേറി വരണ്ടാന്നേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൊണ്ടു. ഇഞ്ച കുട്ടികളെ ഓനെ ചെല്ലിയാണ് നാളെ നേരം വരുന്ന അങ്ങോട്ട് കേറി വരാൻ നിക്കണേ. ഐറ്റങ്ങളെ മുഖത്ത് നോക്കിയാണ്ട് ഞാൻ എത്താ പറഞ്ഞു കൊടുക്ക. ഇങ്ങളൊരു ഇടങ്ങേറിഞ്ഞ് വരാനല്ല. കുട്ടികള് അമ്മോന് പറഞ്ഞ് പൂതി വെച്ച് വരികയാണ്. എവിടെയെന്ന് സുമയ്യ? ഇമ്മ വിളിച്ചപ്പോ ഒച്ചയൊന്നും കേട്ടില്ലല്ലോ. പിന്നെ ഇമ്മൊരു നീണ്ട ലിസ്റ്റ് തന്നിക്കണ്. ഞാനിപ്പോ അങ്ങോട്ട് വരണതിനൊന്ന് ആലോചിക്കാണ്.
ഞാനെല്ലാം ഫോണിൽ കൂടെ ഇമ്മ പറയണ കേട്ടിക്കണിക്ക. പിന്നെ ഇമ്മയല്ലേ, ഇമ്മ പറയുമ്പോൾ എനിക്ക് എന്താ പറയാൻ പറ്റുക. പിന്നെ ടിക്കറ്റിനൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല പൈസ ആകൂലേ. എല്ലാം കൂടി എനിക്കൊന്നും അറിയൂല. പിന്നെ ഇമ്മക്ക് സ്വന്തം മകൻ്റെ അവസ്ഥ അറിയാൻ പറ്റൂലെങ്കിൽ പിന്നെ ഞാൻ എന്താ പറയുക. സുമയ്യ, ഓ മറ്റന്നാ വൈകുന്നേരം കേറുന്നല്ലടി പറഞ്ഞത്. ആയിമ്മ. ആ സുലു മക്കളേ നാളെ വൈകുന്നേരത്തിന് എത്തണുണ്ടാവല്ലോ. പോയി മക്കളും പിന്നെ മറ്റന്നാ നേരം വിളിച്ചാകുമ്പളേ വരുള്ളൂ. അല്ല, കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കണ്ടേ. ഓല് 8 ദിവസത്ത് പാർക്കാനാ വരുന്നത്. സ്കൂള് മദ്രസ ഒന്നും ഇല്ലാത്തോണ്ട് ഇന്റെ കുട്ടികൾക്ക് മനസ്സൊഴിഞ്ഞൊന്ന് നിക്കാനാ ഈ പേരും പറഞ്ഞ്. ഞാൻ ആകെ പൊറുതിയാട് അടിച്ചേനി. അപ്പൊ കുട്ടികൾക്കൊന്ന് സ്കൂള് പൂട്ടുമ്പോഴെങ്കിലും അവനാന്റെ കുടിയിലൊന്ന് തൊരം പോലെ ഒന്ന് വന്ന് നിക്കണ്ടേ. അല്ലെങ്കിൽ ഒന്ന് തിന്നും കുടിച്ചൊക്കെ ഒന്ന് പോകാം. എല്ലായിടത്തും ഉണ്ട് കുട്ടികൾ വന്നും നിന്നും പോണ്. ഇവിടേക്ക് മാത്രം ഐറ്റങ്ങൾക്ക് വരാം. സ്കൂൾ ഉണ്ടാവുമ്പോ മദ്രസ ഉണ്ടാവില്ല, മദ്രസ ഉണ്ടാവുമ്പോ സ്കൂൾ ഉണ്ടാവില്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. ആരാപ്പത് തടി മുണ്ടാതെ പോണ്? മുണ്ടാതെ പോകല്ല നീ. എത്താ ഇവിടെ ഒരു തിരക്കും വർത്താനൊക്കെ. മക്കളൊക്കെ വന്നിക്കണോ? സുലൂനെയും പൂവിനൊക്കെ കണ്ടിട്ട് കൊറേ ആയിക്കണ് നീ. എത്തായിട്ടൊക്കെ വർത്താനം? നല്ല വർത്താനാണ്. ഒക്കെ വരുന്നുണ്ട് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട്. പിന്നെ എന്റെ സുബൈറും വരുന്നുണ്ടേ. ആ അത് ശരി. ഓ ലീവിനുള്ള വരവാകൂലേ? ആ അണ്ണേ ലീവിനെ അല്ലാതെ പിന്നെ. ഏതായാലും നല്ല കാര്യം തന്നെ. എത്രങ്ങാനും മനുഷ്യന്മാരാണീ അവിടെ പോയി കഷ്ടപ്പെട്ട് കജ്ജണത്. അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ കൂടാതെ. ഓനും മാണ്ട ഇപ്പം അറിഞ്ഞേൽക്ക് ഒരു കുടുംബവും കുട്ടികളൊക്കെ. ഒന്നോർത്ത അജാതി ഇടങ്ങേറ് വരാല്ല. ദുബായിക്കട് പോയി പെട്ടിക്കണെങ്ക പിന്നെ കഴിഞ്ഞു. ഇവിടെ നാട്ടിൽ കുത്തിരുന്ന് പറഞ്ഞപ്പ അതെന്താ അതിൻ്റെ ഒരു ചൊർക്കും അതോർപ്പം ഗൾഫാരെന്നുള്ളൊരു പേര്. മാളെ ഞാനൊക്കെ അത് സത്യം പറഞ്ഞു അത് കണ്ടും കേട്ടും അനുഭവിച്ചു പൂതിയോട് മാറിയിക്കണ്. കൊല്ലങ്ങൾ കൂടുമ്പോ എണ്ണിച്ചുട്ട അപ്പം പോലെ കിട്ടണ ഒരു ലീവ് അതിൽ എത്തൊക്കെ ആയിട്ട് ആക്കി തീർക്കണ്. റബ്ബേ എത്തൊക്കെ കാട്ടണ്. പടച്ചോപ്പം ഇങ്ങനെ ഒരു വജ്ജല്ലേ ഇപ്പൊ നമുക്ക് കാട്ടി തന്നിക്കണത്. ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളെ പെൺകുട്ടികളെ കൊടുത്ത കുറച്ച് കടമുണ്ട്, ഈ പേരേന്റെ കുറച്ച് കടമുണ്ട്. അതങ്ങോട്ട് തീരോളം ഓന അവിടെ നിക്കട്ടെ എണ്ണി. ഏതായാലും തരക്കടില്ലാതെ ഇപ്പൊ പെൺകുട്ടികളെ രണ്ടിനും ഒരു വജ്ജായില്ലേ. ഇനിയിപ്പൊ പെരേന്റെ കുറച്ച് കടോ തരക്കടില്ലാത്തൊരു പെര അയക്കണ്. ഇഞ്ഞൊക്കെ ഓനെന്നെ അല്ലേ. ഓൻ കുറച്ച് കഷ്ടപ്പെട്ടാലും നല്ലൊരു പെരയിലും ഓന് കടക്കാനായില്ലേ. ഈ മുതലും സ്വത്തൊക്കെ ഓനെന്നെ അല്ലേ. ആ ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് തന്നെ പഠിച്ചവനായിട്ട് ഇങ്ങക്ക് ഒരു ആൺതരിനെ തന്നിക്കണത്. എടുത്തു ഓളെടുത്തു സുമയ്യ. ഓളെയും കണ്ടിട്ട് ഇപ്പൊ ഞാൻ കൊറേ അയക്കണ്. ഒന്നാമത് പിന്നെ ഈ വൈക്കുള്ള വരവന്നെ കുറവാണ്. ഓളിവിടെ ഒത്തുണ്ടടി. സുമയ്യ, എടി സുമയ്യ ഒന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കാ. ഇങ്ങളിങ്ങോട്ട് ഔത്തേക്ക് കേറിക്കോളി, വല്ലതും കുടിച്ചിട്ട് പോകാം. ഞാൻ ഇമ്മാനോട് ഇങ്ങനെ ഓരോ വർത്താനം കൂട്ടും കാണുമ്പോഴല്ലേ നീ ഒന്ന് മുണ്ടി പറയാനും ഒഴിവുള്ളൂ. ആർക്കും ഇപ്പൊ അവിടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കേറാനും മുണ്ടാനും ഒഴിവില്ലല്ലോ. ഈ പെണ്ണ് പറ്റ കോലം കെട്ടല്ലെത്താത്ത. അലോം പോകുകയാണെങ്കിൽ ഈ പെണ്ണിന് വല്ല പഠിച്ചാനും വിട്ടൂടെ ഞങ്ങക്ക്. ഇപ്പത്തെ കാലത്തൊന്നും പെൺകുട്ടികൾ ഇങ്ങനെ പെരേ കുത്തിർക്കൂലട്ടോ. അപ്പൊ ഞങ്ങളോട് നോക്കി രണ്ടിനി വൈകുന്നേരം ആകാതെ പേരെ കിട്ടൂല. ആരും കിട്ടൂലേ. രണ്ടക്ഷരം പഠിച്ചിക്കണൊക്കെ 10 റുപ്യൊക്കെ അജ്ജില് കിട്ടൂലേ. ഇതൊന്നും മാണ്ട വച്ചിട്ട് തന്നെയാണെടി. ഇങ്ങോട്ട് കേറൗത്തക്കേ. കൊറേ നമ്മള് ചെലവാക്കി പഠിപ്പിച്ചുണ്ടാക്കി വല്ല ജോലിയും കിട്ടിക്കണക്ക പിന്നെ ഒരു നേരം പെരുന്നാ അങ്ങനെ പോക്ക് തുടങ്ങും. പിന്നെ ഈ പേരയും കൂടിയും പേരയിലുള്ളവരൊക്കെ
ആരാ നോക്കണത്? പേരയിലുള്ളവർക്ക് പ്രായമായി വരികയല്ലേ, വയസ്സ് കൂടി വരികയല്ലേ. ഒരു പേരേക്ക് ഒരു മകൻ പെണ്ണെട്ടിക്കൊണ്ടിരുന്ന എന്തിനാ? പേരയിലുള്ളവരൊക്കെ ഒന്ന് നോക്കാനല്ലേ. ഇത് അച്ഛേൽക്കാണ്ട് പേരേന്ന് ഇറങ്ങി പോയിട്ട് ആരെ കണ്ടുകൊണ്ടാണ്? അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം അപ്പൊ അതൊന്നും വേണ്ട എന്നെ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇപ്പത്തെ കാലല്ലേ, പെൺകുട്ടികളൊന്നും പെരേ കുത്തർക്കൂലേ. ഒക്കെ എന്തെങ്കിലും പണി തോരായിട്ട് പോകും. അതാണ്. ഇതാക്കണ ആ കുടിച്ചൂട്. പിന്നെ ഞാൻ ഇപ്പട് പോകട്ടാ. ഞാൻ ഒരു ദിവസം വരണ്ട്. ഇനിയിപ്പോ ഏതായാലും പെൺകുട്ടികളും സുബൈറൊക്കെ വരികയല്ലേ, വന്നപ്പോ കുറച്ച് ദിവസം പോലും ഇവിടെ ഉണ്ടാകൂലേ. ഒരു ദിവസം മട്ടം പോലെ ഉണ്ട് വരണ്ട്. എൻ്റെ ഒഴിവിൻ്റെ അട്ടം പോലൊക്കെ വരുകൊണ്ട് എടി. ഇനി പോവാൻ വന്നാലും ഈ ഒരു 6 മാസം ലീവ് എന്നൊക്കെ പറയുമ്പോ ആ കഥാ അറിയുമ്പോത്തിനോട് കജ്ജൂലേ. 2 പെങ്ങന്മാരെ കൊടുത്തു കൂടിയും കൂട്ടുകുടുംബത്തു കൂടെ ഒക്കെ പോകുമ്പോത്തിന് ദിവസം അത് കജ്ജും. ഒക്കെ ആക്കിയേക്കണ്ടേ. താത്തയാണല്ലോ 2 വട്ടം വിളിച്ചിക്കണേ. ഹലോ താത്ത. ഹലോ, എന്താ ഇമ്മ ഫോൺ എടുക്കാത്തത്? 2 വട്ടമായിട്ട് ഞാനായിക്ക് അടിക്കണേ. തന്നെ അതേ, നമ്മളെ അങ്ങിപരത്തെ ഈ താത്ത വന്നിട്ടുണ്ട്. ഇമ്മർത്തെ എല്ലാരും വർത്താനം പറഞ്ഞിക്കേനി. ഫോൺ അടിച്ചിക്കണ കേട്ടില്ല. പോയെങ്കാ ഫോണെന്ന് ജിമ്മാക്ക് വേഗം കൊണ്ടു കൊടുത്താ ഒരു കാര്യം പറയാണ്ട്. ആയിക്കോട്ടെ. ഇമ്മ ആരാ? താത്തയാണ്. ഇതാക്കണ നിങ്ങക്ക് തരാന്. എത്തൊട്ടിയേ എത്തമ്മാൻ്റെ വർത്താനോ? നല്ല വർത്താനം. അല്ലമ്മ, ഞാൻ ഓന് മെസ്സേജ് അയച്ചിട്ടോ ഇതുവരെ എടുത്തിട്ടും കൂടി ഇല്ലാതെ. നിങ്ങൾക്ക് അറിയില്ലമ്മ, ജലച്ചിന്റെ ഇപ്പൊ ഞങ്ങളൊക്കെ കഴിഞ്ഞ വെച്ച് വന്നപ്പോ എന്തൊക്കെ ഒരു സാധനങ്ങളാ ഇമ്മ ഓൾക്ക് കൊടുന്നിക്കണെന്ന് അറിയോ? എനിക്ക് അതിലും കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് മാനക്കേടാണ്. ഇമ്മാന്റെ കുട്ടിയാള് ഒന്നും ഓർത്ത് ബേജാറാകണ്ട പൊന്നാര മക്കളെ. ഓനുണ്ണി ഒരേ ഒരാങ്ങളല്ലേ. ഇങ്ങക്കുള്ളത് കൊണ്ടന്നെ ഇങ്ങോട്ട് വരുള്ളൂ. അച്ചേൽക്കിട്ട് വരും തോന്നുന്നുണ്ടോ? ആ കുട്ടികളെയും കൂടി ഓരോന്ന് പറഞ്ഞ് ഇടങ്ങാറാക്കല്ലേട്ട പൂവിയെ. അജ്ജേ എടി, അനക്ക് പൂടിയല്ലേ നിങ്ങൾക്കുള്ളതൊക്കെ ആദ്യം തന്നെ ആക്കി വെച്ചിക്കണേ. ഇനിയിപ്പോ സുമയ്യാനോട് മാണക്കൊന്ന് പറഞ്ഞു കൊടുക്ക. ഒന്നും കൂടി ഓനെ ഓർമ്മിപ്പിച്ചാനേ എത്തൊക്കെ മാണ്ട വെച്ചൊന്നൊരു പറഞ്ഞു തന്നളി. ഓളെ ഫോണിക്കട അയച്ചു കൊടുത്തളി മാണ്ട സാധനങ്ങളെ. ട്ടോ. ആയിക്കോട്ടെ. ഇമ്മ മറക്കൂല. ഇമ്മ എങ്ങനെയാ മറക്കണേ? ഇജേ കുട്ടികളെയും കുട്ടിയാണ് വേഗം ഇങ്ങോട്ട് പോരാൻ നോക്കിട്ടാ. ആയിക്കോട്ടെ. ഇമ്മ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, വെച്ചണം എന്നാല്. ശരി.